നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കവളപ്പാറ ഐക്കോൺസിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെടണമെന്ന് BJP. സ്ഥാപനത്തിൽ ശമ്പള പരിഷ്കരണം അനിവാര്യം. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥാപനം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ച് ഒരു വിഭാഗം കർഷകർ ചിങ്ങം 1 കരിദിനം ആചരിക്കും. കരിദിനം ആചരിക്കുന്ന കർഷകർക്ക് പിന്തുണയുമായി ദേശീയ കർഷക സംരക്ഷണ സമിതി. നെല്ല് സംഭരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരി കേരള സർക്കാർ കർഷകരെ കബളിപ്പിക്കുകയാണെന്ന് സമിതി നേതാക്കൾ. കുരുക്കൊഴിയാതെ വാണിയംകുളം. ചന്തദിനമായ വ്യാഴാഴ്ച വാണിയംകുളം ടൗണിൽ രാവിലെ അനുഭവപ്പെടുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. കുരുക്കഴിക്കാൻ പോലീസിന്റെ പെടാപ്പാട്. നഗരത്തിൽ റോഡ് വികസനം പൂർത്തിയായിട്ടും ഗതാഗത കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അനിവാര്യമെന്ന് നിരീക്ഷണം. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണ വൈദ്യുതി വിതരണം താറുമാറായി. ചെറിയ മഴയ്ക്കൊപ്പം 5 മിനിറ്റോളം കാറ്റ് ആഞ്ഞു വീശിയത് ഇന്നു രാവിലെ. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കവളപ്പാറ ഐക്കോൺ സ്ഥാപനത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. ഇപ്പോഴുള്ള ജോലിക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഐക്കോൺ സന്ദർശിച്ച ശേഷം STVയോട് സംസാരിക്കുകയായിരുന്നു P. വേണുഗോപാൽ. സംസ്ഥാനത്തെ 2 ഐക്കോൺസ് സ്ഥാപനങ്ങൾ ഉള്ളതിൽ ഒന്നാണ് കവളപ്പാറയിലേത്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്വയം ഭരണാധികാര സ്ഥാപനമാണിത്. ആരോഗ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. എന്നാൽ ഇവിടെ ആകെ ഒരു തവണ മാത്രമേ അവർ സന്ദർശിച്ചിട്ടുള്ളൂ. ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ മുൻപേ കിടത്തി ചികിത്സിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കിടത്തി ചികിത്സ ഇല്ല. 2 ന്യൂറോ സർജന്മാർ സ്ഥിരം വേണ്ട സ്ഥലത്ത് ഒരാൾ മാസത്തിൽ 15 ദിവസം മാത്രമേ വരുന്നുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ സേവനം കൊടുക്കേണ്ട ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും അതേപോലെ ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ്. ഒരു കാലത്ത് ഇതിൽ കിടത്തി ചികിത്സ അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് കിടത്തി ചികിത്സ അവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ വേണ്ടത്ര സ്റ്റാഫുകളില്ല. ന്യൂറോ തന്നെ പരിപൂർണമായിട്ട് ഇരിക്കുന്നത് ഒരാളെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണ ചാർജുള്ള ആൾ പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിയാതെ പകുതി ദിവസം, മാസത്തിൽ പകുതി ദിവസം മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത്. എനിക്ക് ഏകദേശം 7 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലം, കുറേ ബിൽഡിങ്ങുകൾ, ഇത് റൂമുകൾ പലതും, ഓഫീസുകളിൻ്റെ പല റൂമുകളും പൂട്ടിക്കിടക്കുകയാണ്. അതിനർത്ഥം ഇവിടെ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടത്താൻ സ്റ്റാഫില്ല എന്നുള്ളത് തന്നെയാണ്. ഉള്ള സ്റ്റാഫിന് വേണ്ട രീതിയിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയെ കാണിക്കും. എല്ലാ ആരോഗ്യമന്ത്രിമാരും ആദ്യം ആരോഗ്യമന്ത്രിയായാൽ ആദ്യം ഇവിടെ സന്ദർശിക്കാറ്. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രയോ ആളുകൾക്ക്, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിന് സംരക്ഷണം കിട്ടേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം ഉണ്ടാക്കി കിട്ടേണ്ട ഈ സ്ഥാപനം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നശിച്ചു കിടക്കുന്ന സ്ഥിതിവിശേഷം. സ്ഥിരം ഉദ്യോഗസ്ഥരുടെ എണ്ണം 60-ൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 10-ൽ താഴെ മാത്രമാണ്. താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് വഴിയല്ലെന്നും പിൻവാതിൽ നിയമനമാണെന്നും BJP ആരോപിച്ചു. തകർച്ചയിലുള്ള ഐക്കോൺ സ്ഥാപനത്തെ രക്ഷിക്കാൻ ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. നിലവിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഐക്കോൺസ് പബ്ലിക് റിലേഷൻ ഓഫീസർ ശശിധരനുമായി P. വേണുഗോപാൽ സംസാരിച്ചു. വാഹനങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ഉപകരണങ്ങളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. PSC വഴി സ്ഥിര നിയമനങ്ങൾ നടത്തണമെന്നും ഇപ്പോഴുള്ള ജോലിക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്തണമെന്നും P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. P. വേണുഗോപാലിനൊപ്പം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് EP. നന്ദകുമാർ, സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി ഗോപകുമാർ, സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ച് ചിങ്ങം 1 കരിദിനം ആചരിക്കുന്ന കർഷകർക്ക് ദേശീയ കർഷക സംരക്ഷണ സമിതിയുടെ പിന്തുണ. കേന്ദ്രവിഹിതം ലഭിക്കാത്തതുകൊണ്ട് നെല്ലു സംഭരണ വില നൽകാത്തതെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കപടമാണെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കർഷക ക്ഷേമം ഉറപ്പുവരുത്തുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളും ന്യായങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. യഥാസമയം കണക്ക് നൽകാതെ കോടികൾ കേന്ദ്രത്തിൽ നിന്ന് കേരളം കൈപ്പറ്റിയിട്ടുണ്ട്.
വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളം കേന്ദ്രത്തിന് പണം നൽകേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ മാർച്ചിൽ നെല്ലളന്ന കർഷകർക്ക് പോലും വില ലഭിച്ചിട്ടില്ല. 500 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ നൽകാനുള്ളത്. സംസ്ഥാന വിഹിതം വിള ഇറക്കുമ്പോൾ നൽകണമെന്നതുൾപ്പെടെ കർഷകർക്ക് അനുകൂല റിപ്പോർട്ട് എഴുതിയ ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത് കർഷക വഞ്ചനയാണ്. കേര പദ്ധതിക്കായി ലോകബാങ്ക് കേന്ദ്ര സർക്കാർ വഴി കേരളത്തിന് നൽകിയ കോടികൾ വകമാറ്റി. ഇതേ സ്ഥിതിയാണ് നെൽകർഷകരോടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. സമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന വഞ്ചനാപരമായ പ്രസ്താവനകളാണ് ഇടതു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഇത് വിലപ്പോകില്ലെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. 500 കോടി ടു 1600 കോടി രൂപ നെല്ലാണ് കേരളത്തിലുള്ളത്. രണ്ടാം വിളയ്ക്ക് ആലപ്പുഴ, കോട്ടയം ഭാഗത്തും തൃശ്ശൂർ ഭാഗത്തുള്ള പുഞ്ച, അതാണ് രണ്ടാം വിളയുടെ ചേർന്ന് കൊടുക്കുന്നത്. 1500 കോടി ടു 1600 കോടി രൂപ വില. ഇപ്പോഴത്തെ വില കിട്ടാത്തതിന്റെ കാരണം ഇവിടെ മറ്റുള്ള ആൾക്കാർ പറയും, മാർച്ച് മാസം നെല്ലാവുന്ന ആൾക്കാർക്ക് ഇന്നേ വരെ പൈസ കിട്ടിയിട്ടില്ല. അതിലൊരു ഏരിയയാണ് ഇദ്ദേഹം. അത് തൃത്താല, പട്ടാമ്പി ഭാഗത്തുള്ള ഒരുപാട് കർഷകർക്ക് അത് PRC എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവർക്ക് നെല്ല് കിട്ടിയിട്ടില്ല. പട്ടാമ്പി, തൃത്താല ഭാഗങ്ങളിൽ. അപ്പോൾ പിന്നെ ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ 2022 സ്റ്റേറ്റ് ഗവൺമെന്റ് നെല്ല് സംഭരണത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, നെല്ല് അളന്നു കഴിഞ്ഞാൽ എത്രയും വേഗം നെല്ലിന്റെ പൈസ കൊടുക്കണമെന്നും വിഹിതം കൊടുക്കണമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് 4 മന്ത്രിമാര് കൂടി അവലോകനം ചെയ്തുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇത് വച്ചിട്ടുണ്ട് പാസ്സാക്കാൻ. അദ്ദേഹം ഇന്ന് വരെ അത് കണ്ടിട്ടില്ല. അത് കണ്ട് അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ പറയുന്നത് പോലെ കർഷകന് നെല്ലിന്റെ വില കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് വരും. അത് എന്തോ പേടിച്ചിട്ട് അദ്ദേഹം അത് ഒപ്പിടാതാണ് വെച്ചിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി പാണ്ഡ്യയോട് പ്രഭാകരൻ, അഡ്വക്കേറ്റ് ശിവശങ്കരൻ, KK റിജു, CR രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചന്തദിനമായ വ്യാഴാഴ്ച വാണിയംകുളം ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ടൗണിലെ കുരുക്കഴിക്കാൻ പോലീസ് വലിയ ശ്രമം നടത്തേണ്ട അവസ്ഥയാണ് ഓരോ ആഴ്ചയിലും. ഇന്ന് പഞ്ചായത്ത് ഓഫീസ് മുതൽ അജമാപാടം വരെ നീളുന്ന ഗതാഗതക്കുരുക്ക് രാവിലെ ദൃശ്യമായത്. വാണിയംകുളം നഗരത്തിൽ വ്യാഴാഴ്ച ദിവസത്തെ പതിവ് കാഴ്ചയാണിത്. ഇന്ന് യൂണിയൻ ഷെഡിനോട് ചേർന്ന് ഒരു കാറിൽ നിന്ന് വലിയ തോതിൽ പുക ഉയർന്നത് അല്പനേരത്തേക്ക് ഗതാഗതക്കുരുക്കിൽപ്പെട്ട വാഹനയാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി. സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ്. പോലീസുകാർക്ക് പുറമെ ചുമട്ടുതൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും രംഗത്തിറങ്ങിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഇടപെടാറുള്ളത്. രാവിലെ സ്കൂൾ സമയത്ത് സ്കൂൾ ബസ്സുകളും കുരുക്കിൽപ്പെടാറുണ്ട്. വാണിയംകുളം വല്ലപ്പുഴ റോഡ് കവല മുതൽ കോതക്കുറിശി റോഡ് കവല വരെയാണ് തിരക്ക് കൂടാറുള്ളത്. ഈ ജംഗ്ഷനുകൾക്ക് പുറമെ ഇതിനിടയിലുള്ള ചെറുകാട്ടുപുലം റോഡ് ജംഗ്ഷനിലും വാഹനങ്ങൾ നിയന്ത്രിക്കാനായി പോലീസ് നിൽക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ടും കുരുക്കഴിയാറില്ല. ചന്തയിലേക്ക് കാലികളുമായി വരുന്ന വാഹനങ്ങൾ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ അജമാമടം മുതൽ മനിശ്ശേരി വരെയുള്ള പാതയോരത്താണ് നിർത്തിയിടാറുള്ളത്. ടൗണിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു ഓട്ടം പോകണമെങ്കിൽ പെടാപ്പാട് പെടണം. സീബ്ര ലൈനിലൂടെ ഉൾപ്പെടെ റോഡ് മുറിച്ചു കിടക്കുന്നവർക്കും വലിയ പ്രയാസം തന്നെ. ടൗണിലെ നവീകരണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വാണിയംകുളത്ത്. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ഇതിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. രാവിലെ 10 മണിയോടെയാണ് ചെറിയ മഴയ്ക്കൊപ്പം പ്രദേശത്ത് കാറ്റ് ആഞ്ഞു വീശിയത്. ശക്തമായ കാറ്റിൽ മെയിൻ റോഡിൽ നിന്ന് പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് പോസ്റ്റ് പൊട്ടി വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മറ്റ് മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റിലധികം നീണ്ടുനിന്നു. ഇതിനിടയിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറായി.
ചൊവ്വനൂർ പന്തലൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU സായാഹ്ന ധർണ നടത്തി. ടൗണിലെ ഒറ്റപ്പാലം അഡീഷണൽ പ്രോജക്റ്റ് ഓഫീസിന് സമീപമായിരുന്നു ധർണ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് OP ഡ്യൂട്ടി ആവശ്യമില്ല, പക്ഷേ അവർക്ക് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പോയിട്ട് ആശുപത്രിയിൽ നിന്ന് അവരെ സഹായിക്കുകയാണ് ആശുപത്രിക്കാരെ. ഡോക്ടർക്കും അവരുടെ ജീവനക്കാർക്കും സുഖമാണ്, അവർ പണിയൊന്നും എടുക്കണ്ട. മാസം 40,000 60,000 ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ അവർക്ക് പണിയെടുക്കണ്ട. ഏരിയ പ്രസിഡന്റ് ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജി, ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. സെക്രട്ടറി യമുനാദേവി സ്വാഗതവും ട്രഷറർ സരോജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളി ഇളംകുളത്ത് വയോധികനെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുളപ്പുള്ളി ഇളംകുളം വീട്ടിൽ 60 വയസ്സുള്ള ഉണ്ണീഷനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. വയോധികൻ നടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇളംകുളത്ത് താമസിക്കുന്ന ജോമോൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മീൻ വളർത്തുന്ന കുളത്തിലാണ് വയോധികൻ വീണത്. കുളത്തിൻ്റെ മുകളിൽ ഇട്ടിരുന്ന വല പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടു നോക്കിയപ്പോഴാണ് ജോമോൻ്റെ കുടുംബാംഗങ്ങൾ കുളത്തിൽ മൃതദേഹം കണ്ടത്. കുളത്തിനോട് ചേർന്ന ചെരുപ്പും ഒരു കവറിൽ വസ്ത്രങ്ങളും കുളത്തിൽ ഒരു മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. മദ്യലഹരിയിൽ കുളത്തിലിറങ്ങിയപ്പോൾ കുളത്തിൽ അകപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഉണ്ണികൃഷ്ണൻ തൊഴിലുറപ്പ് ജീവനക്കാരനാണ്. ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പിന്നീട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീ CDS മുട്ടക്കോഴികളും കൂടുകളും വിതരണം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിൻ്റെ 2024-2025 വർഷത്തെ അനിമൽ ഹസ്ബൻഡറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 400 മുട്ടക്കോഴികളെയും 20 കൂടുകളും വിതരണം ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള മുട്ട വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി വിൽപ്പന നടത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് അതിനുള്ളത്. 4 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ബന്ധുക്കൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ലഭിക്കുമ്പോൾ അത് നമ്മുടെ സൗകര്യത്തിന്, അതായത് നമ്മുടെ നാടിനും നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗുണഭോക്താവിന് ഒരു കൂടും 20 മുട്ടക്കോഴികളും ആവശ്യമായ തീറ്റയും പ്രതിരോധ മരുന്നുമാണ് സബ്സിഡി നിരക്കിൽ നൽകിയത്. ചടങ്ങിൽ CDS ഉപസമിതി കൺവീനർ ജിഷ സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, മെമ്പർ സെക്രട്ടറി മനോജ്, ബ്ലോക്ക് കോർഡിനേറ്റർ പ്രീതി ഷോജി എന്നിവർ സംസാരിച്ചു. CDS അക്കൗണ്ടന്റ് KP ദീപ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി VS അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ഒരു നിർധനമായ ഒരു കുടുംബത്തിൽ ജനിച്ച് അതിൻ്റെ എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ആ കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെ തൻ്റെ കഷ്ടപ്പാട് നിവർത്തിക്കാനാവശ്യമായിട്ടുള്ള ഒരു തോലെടുക്കുക എന്ന നിലയ്ക്കല്ല ആ സഖാവ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. സഖാവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ സങ്കടകരമായ ഒരു കുട്ടിക്കാലമാണ് സഖാവിൻ്റെ ഉണ്ടായത്. നമുക്കറിയാലോ, വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരണപ്പെടുകയും അമ്മ മരണപ്പെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വളരെ വിശദമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. അനുസ്മരണ ചടങ്ങിൽ ഷൊർണൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷയായിരുന്നു. RG പിള്ള, VK രാമചന്ദ്രൻ, മനോജ്, ശ്രീജ ഹരിദാസ്, K. സുരേഷ്, R. മണി,
ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M റംല എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KC രാജൻ സ്വാഗതവും പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനത്തിൽ പത്തിലക്കറികളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാനാവാത്തതാണ്. പുതുതലമുറയ്ക്ക് ഇവയിൽ പലതും അന്യമാണ്. അവയെ പരിചയപ്പെടുത്താനും പോഷകമൂല്യങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുവാനുമായി പുളിനെല്ലി GLP സ്കൂളിൽ പത്തില പ്രദർശനം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക സെലിൻ പോൾ ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക TP പ്രഭിത അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ P അജയ്, KS സുപ്രിയ, അംബിക, R ഇന്ദുലേഖ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കവളപ്പാറ ഐക്കോൺസിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെടണമെന്ന് BJP. സ്ഥാപനത്തിൽ ശമ്പള പരിഷ്കരണം അനിവാര്യം. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥാപനം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ച് ഒരു വിഭാഗം കർഷകർ ചിങ്ങം 1 കരിദിനം ആചരിക്കും. കരിദിനം ആചരിക്കുന്ന കർഷകർക്ക് പിന്തുണയുമായി ദേശീയ കർഷക സംരക്ഷണ സമിതി. നെല്ല് സംഭരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരി കേരള സർക്കാർ കർഷകരെ കബളിപ്പിക്കുകയാണെന്ന് സമിതി നേതാക്കൾ. കുരുക്കൊഴിയാതെ വാണിയംകുളം. ചന്തദിനമായ വ്യാഴാഴ്ച വാണിയംകുളം ടൗണിൽ രാവിലെ അനുഭവപ്പെടുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. കുരുക്കഴിക്കാൻ പോലീസിന്റെ പെടാപ്പാട്. നഗരത്തിൽ റോഡ് വികസനം പൂർത്തിയായിട്ടും ഗതാഗത കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അനിവാര്യമെന്ന് നിരീക്ഷണം. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണ വൈദ്യുതി വിതരണം താറുമാറായി. ചെറിയ മഴയ്ക്കൊപ്പം 5 മിനിറ്റോളം കാറ്റ് ആഞ്ഞു വീശിയത് ഇന്നു രാവിലെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.